വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ടി.പി. സെൻകുമാറിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. കോടതി അലക്ഷ്യ കേസ് പരാമർശിക്കാതെ സെൻകുമാറിന്റെ അഭിഭാഷകൻ കേസിൽ നിന്ന് പിന്മാറി. കോടതിയിൽ നിന്ന് പ്രതികൂല പരാമർശം ഭയന്നാണ് അഭിഭാഷകന്റെ പിന്മാറ്റം. ചീഫ് സെക്രട്ടറി എതിർകക്ഷിയാക്കി ടി.പി. സെൻകുമാർ സംസ്ഥാന സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ ഹർജി നേരത്തെ ഫയൽ ചെയ്തിരുന്നു. ഈ ഹർജി വേഗത്തിൽ പരിഗണിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുമെന്ന് സെൻകുമാറിന്റെ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തു. കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് മദൻ ബി ലോക്കൂറിന്റെ ബെഞ്ചിന് മുമ്പിൽ ഇതിനായി സെൻകുമാറിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെ എത്തി. സംസ്ഥാന സർക്കാരിന് വേണ്ടിയും അഭിഭാഷകർ ഹാജരായിരുന്നു. എന്നാൽ അവസാന നിമിഷം അത്യന്തം നാടകീയമായി കോടതിയലക്ഷ്യ ഹർജി പരാമർശിക്കാതെ സെൻകുമാറിന്റെ അഭിഭാഷകൻ പിന്മാറി. കോടതിയിൽ നിന്നും പ്രതികൂല പരാമർശമുണ്ടാകുമെന്നതിനാലാണ് പിന്മാറ്റമെന്ന് സൂചന. 24-ാം തീയതി ഉത്തരവ് വന്ന് 4 ദിവസങ്ങൾക്കുള്ളിലാണ് സെൻകുമാർ സുപ്രീം കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തത്. സർക്കാരിന് വേണ്ടി സർക്കാരിന് നടപടിയെടുക്കാൻ പോലും സമയം നൽകാതെ വേഗത്തിലുള്ള നീക്കം സുപ്രീം കോടതി ചോദ്യം ചെയ്താൽ തിരിച്ചടിയാകും. ഇതാണ് സെൻകുമാറും അഭിഭാഷകരും അവസാന നിമിഷം പിന്മാറാൻ കാരണമായതായി അറിയുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് C.S. കർണന്റെ മാനസിക നില പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവ്. ഇതിനായി മെഡിക്കൽ സംഘത്തെയും നിയോഗിച്ചു. സുപ്രീം കോടതി ജഡ്ജിമാരെ മാനസിക രോഗ പരിശോധന നടത്തണമെന്ന് ജസ്റ്റിസ് കർണൻ തിരിച്ചും ഉത്തരവിറക്കി. ചീഫ് ജസ്റ്റിസ് J.S. കെഹാർ അധ്യക്ഷനായ 7-അംഗ ബെഞ്ചാണ് ജസ്റ്റിസ് C.S. കർണന്റെ മാനസിക നില പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടത്. പരിശോധനയ്ക്കായി കൊൽക്കത്ത ഗവൺമെന്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം. മെഡിക്കൽ ബോർഡിനെ സഹായിക്കാനായി പോലീസിന്റെ പ്രത്യേക സംഘത്തെ നിയമിക്കണമെന്നും സുപ്രീം കോടതി പശ്ചിമ ബംഗാൾ DGPയോട് നിർദ്ദേശിച്ചു. മെയ് 4-ന് പരിശോധന നടത്തി 8-ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും 7-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. 2017 ഫെബ്രുവരി 8-ന് ശേഷം ജസ്റ്റിസ് കർണൻ പുറപ്പെടുവിച്ച ഉത്തരവുകളൊന്നും പരിഗണിക്കേണ്ടതില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതി ഉത്തരവ് പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെ ജസ്റ്റിസ് കർണനും മറ്റൊരു ഉത്തരവിറക്കി. തനിക്കെതിരെ ഉത്തരവിറക്കിയ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 7 ജഡ്ജിമാരെയും എയിംസ് ആശുപത്രിയിൽ മാനസിക രോഗ പരിശോധന നടത്തണമെന്നാണ് ജസ്റ്റിസ് കർണന്റെ ഉത്തരവിലെ നിർദ്ദേശം. ദില്ലി പോലീസ് DGPക്കാണ് നിർദ്ദേശം നൽകിയത്. തന്റെ മാനസിക നില പരിശോധിക്കാൻ വന്നാൽ കൊൽക്കത്ത DGPയെ സസ്പെൻഡ് ചെയ്യുമെന്നും ജസ്റ്റിസ് കർണൻ വ്യക്തമാക്കി. അസാധാരണ നടപടിയിലൂടെ ജസ്റ്റിസ് C.S. കർണനെതിരെ കോടതിയലക്ഷ്യ കേസിൽ സുപ്രീം കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. സിറ്റിംഗ് ജഡ്ജിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ലെന്നും താൻ ഒരു ദളിതനായതിനാലാണ് സുപ്രീം കോടതി ഇങ്ങനെ ചെയ്തതെന്നും ജസ്റ്റിസ് കർണൻ ആരോപിച്ചു. ദളിതർക്കെതിരായ പീഡനം തടയൽ നിയമപ്രകാരം സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ ജസ്റ്റിസ് കർണൻ ഉത്തരവിറക്കുകയും ചെയ്തു. പിന്നീട് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് വിദേശയാത്രാ വിലക്കും വിമാനയാത്രാ വിലക്കും ഏർപ്പെടുത്തി. തന്റെ വീടിനെ കോടതിയായി പരിഗണിച്ചായിരുന്നു ജസ്റ്റിസ് കർണന്റെ ഉത്തരവുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. തൃശൂർ പൂരത്തിന് പരമ്പരാഗത രീതിയിലുള്ള വെടിക്കെട്ടിന് ഉപാധികളോടെ അനുമതി നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ CG ദിൽജിത്ത് ചേരും തൃശൂരിൽ നിന്നും. ദിൽജിത്ത്, ഏറെ നാളത്തെ ആശങ്കകൾ, അതിന് താൽക്കാലിക വിരാമമായെന്ന് വേണോ മനസ്സിലാക്കാൻ? എന്തൊക്കെ ഉപാധികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? അഞ്ജു, കുഴിമിന്നൽ, നിലയമറ്റ, ഡൈന, ഓലപ്പടക്കം എന്നിവയുടെ ഉപയോഗത്തിലാണ് കേന്ദ്ര SOC വിഭാഗത്തിന്റെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നത്. ഇതിന്റെ ഈ ഉപയോഗിക്കാനുള്ള വെടിക്കോപ്പുകളുടെ എല്ലാം തന്നെ സാമ്പിളുകൾ വളരെ നേരത്തെ തന്നെ കേന്ദ്ര SOC വിഭാഗത്തിന്റെ നാഗ്പൂരിലെ ആസ്ഥാനത്ത് എത്തിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നുവെങ്കിലും ഇതിന്റെ പരിശോധനാ ഫലം ഇതുവരെ പുറത്ത് വന്നിരുന്നില്ല. കഴിഞ്ഞ ദിവസം പൂരം 3 വെടിക്കെട്ടുകളാണ് തൃശൂർ പൂരത്തിന് പ്രധാനമായും നടക്കേണ്ടത്. കുടി കയറുന്ന ദിവസം ആചാരപരമായ വെടിക്കെട്ടും അന്ന് നിലയുമിട്ട് ഉൾപ്പെടെയുള്ള വെടിമരുന്നുകൾ ഉപയോഗിച്ചുള്ള വെടിക്കെട്ട് നടക്കേണ്ടിയിരുന്നു. എന്നാൽ കേന്ദ്ര SOC വിഭാഗത്തിന്റെ അനുമതി ലഭ്യമാകാത്തതിനെ തുടർന്ന് ആ വെടിക്കെട്ട് നടത്താൻ സാധിച്ചിരുന്നില്ല. രണ്ടാമത് നടക്കേണ്ടത് 3-ം തീയതി വൈകിട്ട് നടക്കേണ്ട സാമ്പിൾ വെടിക്കെട്ടും 6-ം തീയതി പൂരത്തിന്റെ പിറ്റേ ദിവസം നടക്കേണ്ട പ്രധാന വെടിക്കെട്ടുമാണ്. ഈ വെടിക്കെട്ടുകളിലെല്ലാം തന്നെ പ്രധാന മരുന്നായി ഉപയോഗിക്കുന്നത് കുഴിമിന്നൽ, നിലയമെട്ട്, ഡൈന, ഓലപ്പടക്കം എന്നിവയാണ്. എന്നാൽ ഈ ഐറ്റങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതി വേണമെന്നിരിക്കെ ഇത് ലഭ്യമാകാതിരുന്നത് ഇവർക്ക് 2 ദിവസങ്ങൾക്കും ക്രമീകരണങ്ങൾ നടത്തുന്നതിന് ഏറെ ബുദ്ധിമുട്ട് വരുത്തിയിരുന്നു. അവർക്ക് ഏറെ ആശങ്ക ഉണ്ടാക്കിയിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ആശങ്കകൾക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടുള്ളൊരു നിർദ്ദേശമാണ്, ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പരമ്പരാഗത രീതിയിലുള്ള വെടിക്കെട്ടിന് കേന്ദ്ര SOC വിഭാഗം അനുമതി നൽകിയിരിക്കുന്നു. കുഴിമിന്നലും അമിട്ടും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഉപയോഗിക്കാനുള്ള ഒരു നിർദ്ദേശം കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നു. കുഴിമിന്നൽ 4 മീറ്റർ വ്യാസമുള്ള 4 ഇഞ്ച് വ്യാസമുള്ള കുഴിമിന്നലുകളും 6 ഇഞ്ച് വ്യാസമുള്ള
അമിട്ടുകളും ഉപയോഗിക്കാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ അനുമതി ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം ഡൈനാമിറ്റ് പോലെയുള്ള ഇനത്തിൽപ്പെട്ട വെടിക്കോപ്പുകൾ ഉപയോഗിക്കേണ്ടതില്ല എന്നൊരു നിയന്ത്രണവും ഇപ്പോൾ കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം മുൻപ് നിരോധിച്ചിരുന്ന പൊട്ടാസ്യം ക്ലോറൈഡ് അടക്കമുള്ള രാസവസ്തുക്കൾ തൃശൂർ പൂരം വെടിക്കെട്ടിന് ഉപയോഗിക്കുന്നില്ല എന്ന കാര്യം ഉറപ്പുവരുത്താനുള്ള ഒരു നിർദ്ദേശവും ഈ ഉത്തരവിൽ ഉണ്ട്. ഇത് ഇരു ദേവസ്വങ്ങൾക്കും ജില്ലാ കളക്ടർമാർക്കും അതോടൊപ്പം സംസ്ഥാനത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അടക്കം ഇതിന്റെ പകർപ്പ് ലഭ്യമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ടിന് അപകടത്തിന് കാരണമായി എന്ന് കരുതപ്പെടുന്ന തെളിയിക്കപ്പെട്ട പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന രാസവസ്തു മുൻ വർഷങ്ങളിൽ തൃശൂർ പൂരത്തിന് ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ പൂരം വെടിക്കെട്ട് നടന്ന് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നത് എന്നത് ഏറെ ആശങ്കാജനകമായ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം ക്ലോറൈഡിന്റെ ഉപയോഗം തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ചുമതല ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള അവർ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. അതോടൊപ്പം കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും നേരിട്ട് എത്തി പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമാവും വെടിക്കെട്ടിന് അനുമതി നൽകുക. വെടിക്കെട്ട് നടത്തുന്നതിന് മുമ്പും സാമ്പിളുകൾ ശേഖരിച്ച് മുൻപ് നാഗ്പൂരിലെ ആസ്ഥാനത്ത് എത്തിച്ചിരുന്ന അതേ മരുന്നുകൾ തന്നെയാണോ ഇവയിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശവും സർക്കുലറിൽ ഉണ്ട്. തീർച്ചയായും എന്തായാലും നേരിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി പൂരത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ പൂരത്തിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി പൂരം നടത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ അത് തന്നെയാണോ ഇനി മുന്നോട്ട് വെക്കുന്നതും? ഒപ്പം എന്താണ് ദേവസ്വത്തിന്റെ ഈ ഒരു കാര്യത്തിലുള്ള നിലപാട്, അതറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അഞ്ജു, അല്പസമയം മുമ്പ് വരെ ഈ ഒരു ഉത്തരവിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ദേവസ്വങ്ങൾ. ഇപ്പോൾ നേരിട്ട് ദേവസ്വങ്ങൾക്ക് ഇത്തരത്തിലൊരു അറിയിപ്പ് ലഭ്യമായിട്ടില്ല. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന മന്ത്രി VS സുനിൽകുമാറിനാണ് ഔദ്യോഗികമായി ഇത്തരത്തിലൊരു അറിയിപ്പ് ലഭ്യമായിട്ടുള്ളത്. അല്പസമയത്തിനകം ഈ പൂരത്തിന്റെ സംഘാടകരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കും അവരുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കും അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ ഉത്തരവിന്റെ പകർപ്പുകൾ നേരിട്ട് എത്തും. എങ്കിൽ മാത്രമേ ഇതിലെ വിശദാംശങ്ങൾ കൂടുതലായി അറിയാൻ സാധിക്കൂ. ഏതായാലും ഇത്തരത്തിൽ പരമ്പരാഗത രീതിയിലുള്ള ഒരു വെടിക്കെട്ട് നടത്താനുള്ള അനുമതി ലഭ്യമായത് ഏതായാലും ഇരു ദിവസങ്ങൾക്കും വളരെ സ്വീകാര്യമായ ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ ഇതിൽ നിന്ന് ശരി, വ്യക്തമാണ്. എന്തായാലും തൃശൂർ പൂരത്തിന് പരമ്പരാഗത രീതിയിൽ തന്നെ വെടിക്കെട്ട് നടത്താനുള്ള അനുമതി കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗത്തിന്റെ ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് CG ദിൽജിത്ത് നൽകിയത്. മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് ആരും കരുതേണ്ടെന്ന് MM മണി. പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുന്നണിക്കുള്ളിലാണ് തീർക്കേണ്ടതെന്നും MM മണി കോട്ടയത്ത് പറഞ്ഞു. തർക്കമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നണിക്കകത്ത് വല്ല തർക്കമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാവുന്ന പ്രശ്നമാണ്. അതിനകത്തൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല. മുന്നണിയുടെ അന്തസ്സൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഒരു കാര്യമാണ്, മുഖ്യമന്ത്രിയെ ഇങ്ങനെ കാണുന്നിടത്തെല്ലാം വെച്ച് ഹരാശ ചെയ്യുക, ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ചോദ്യം ചെയ്യും. അതിന്റെ ബാധ്യത ഞങ്ങൾക്കുണ്ട്. മെയ് ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെമ്പാടും റാലികളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിച്ചു. വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന റാലികളിൽ ലക്ഷങ്ങൾ അണിചേർന്നു. ലോക തൊഴിലാളി ദിനത്തിൽ സംസ്ഥാനത്ത് 14 ജില്ലകളിലും റാലികളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിക്കപ്പെട്ടു. വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന റാലികളിലും പൊതുസമ്മേളനങ്ങളിലും ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പങ്കാളികളായി. തലസ്ഥാന നഗരിയിൽ CITU-വിന്റെയും INTUC-യുടെയും AITUC-യുടെയും നേതൃത്വത്തിൽ റാലികൾ നടന്നു. CITU-വിന്റെ നേതൃത്വത്തിൽ നടന്ന റാലി CITU ജില്ലാ സെക്രട്ടറി V ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ചേർന്ന സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ നടന്ന പൊതുസമ്മേളനം ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ചിന്നക്കടയിൽ മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ റാലി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ CPM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ റാലി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പാമ്പാടി ആലമ്പള്ളിയിൽ നടന്ന റാലിയിൽ ആയിരങ്ങളാണ് പങ്കാളികളായത്. തുടർന്ന് CMS സ്കൂൾ കോമ്പൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം CITU അഖിലേന്ത്യാ സെക്രട്ടറി തപൻ സെൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാടും കോഴിക്കോടും കണ്ണൂരും തൃശൂരും മലപ്പുറത്തും കാസർഗോഡും വയനാടും വിവിധ കേന്ദ്രങ്ങളിൽ മെയ്ദിന റാലികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ നഗരത്തിൽ നടന്ന റാലി CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വർഗീയതയെ പ്രതിരോധിക്കാൻ CPIM-ന്റെ നേതൃത്വത്തിൽ വിശാല വേദി രൂപീകരിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഹരിയാനയിലെ BJP സർക്കാർ മെയ് ദിനത്തിനു പകരം
വിശ്വകർമ്മ ദിനമായി ആഘോഷിക്കുന്നത് വർഗീയ അജണ്ടയാണെന്നും യെച്ചൂരി പറഞ്ഞു. ദില്ലി AKG ഭവനിൽ മെയ് ദിനത്തിൽ പതാക ഉയർത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM ആസ്ഥാനമായ ദില്ലി AKG ഭവനിൽ നടന്ന മെയ് ദിനാഘോഷത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പതാക ഉയർത്തി. ഇന്ത്യയിൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരും ദരിദ്രർ കൂടുതൽ ദരിദ്രരുമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് യെച്ചൂരി പറഞ്ഞു. GDP-യുടെ 58.4% രാജ്യത്തെ 1% സമ്പന്നരുടെ കയ്യിലാണ്. ചൂഷണം വർദ്ധിച്ച സാഹചര്യത്തിൽ തൊഴിലാളി ഐക്യം ശക്തിപ്പെടണം. മെയ് ദിനാഘോഷത്തിനു പകരം മെയ് 1-ാം തീയതി വിശ്വകർമ്മ ദിനമായി ആഘോഷിക്കാനുള്ള ഹരിയാനയിലെ സർക്കാർ തീരുമാനം BJP-യുടെ വർഗീയ അജണ്ടയാണെന്നും യെച്ചൂരി പറഞ്ഞു. May Day is a holiday to permit the workers to express their solidarity through various actions. Now, the manner in which they want to convert this into a religious function, that is the insidious manner in which they want to communalize the whole agenda. വർഗീയതയെ പ്രതിരോധിക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായി വിശാല വേദി രൂപീകരിക്കാൻ CPIM നേതൃത്വം നൽകും. See, the Central Committee of the CPIM has decided that we will form a broad platform against communal forces, against communalism. മെയ് ദിനാഘോഷത്തോടനുബന്ധിച്ച് തെരുവ് നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മതനിരപേക്ഷത പറയുന്ന ചില മാധ്യമങ്ങൾ RSS പ്രചാരകരാകുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും കോടിയേരി പറഞ്ഞു. ദേശാഭിമാനി പാലക്കാട് എഡിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശാഭിമാനി ദിനപത്രം ആരംഭിച്ച് 75 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് നെല്ലറയുടെ നാട്ടിൽ നിന്നുള്ള പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. 9-ാം എഡിഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പാലക്കാട് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കോടിയേരി നിർവഹിച്ചു. പാലക്കാട് നിന്ന് അച്ചടിച്ച പത്രത്തിന്റെ ആദ്യ കോപ്പി CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രന് കോടിയേരി കൈമാറി. മതനിരപേക്ഷത പറയുന്ന ചില മാധ്യമങ്ങൾ RSS പ്രചാരകരാകുന്നു എന്ന് കോടിയേരി പറഞ്ഞു. LDF സർക്കാരിനെ അസ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും കോടിയേരി പറഞ്ഞു. RSSന്റെ പ്രത്യയശാസ്ത്രത്തെ പ്രതിരോധിക്കാൻ ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ദേശാഭിമാനി പത്രമാണ്. മറ്റു പത്രങ്ങളെല്ലാം ഈ പ്രശ്നത്തിൽ ചാഞ്ചാടുകയും മതനിരപേക്ഷത പറയുന്ന ചില മാധ്യമങ്ങൾ തന്നെ RSSന്റെ പ്രചാരകന്മാരായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വരിക്കാരെ ചേർത്തവർക്കുള്ള പുരസ്കാരം മന്ത്രി AK ബാലൻ വിതരണം ചെയ്തു. ചീഫ് എഡിറ്റർ MV ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ മാനേജർ KJ തോമസ്, MP-മാരായ MB രാജേഷ്, PK ബിജു, A സമ്പത്ത്, MLA-മാർ അടക്കമുള്ള നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KM മാണിയെ LDF-ൽ എത്തിക്കാൻ ചർച്ച നടത്തിയെന്ന വാർത്ത സ്കറിയ തോമസ് നിഷേധിച്ചു. അത്തരമൊരു ദൗത്യം താൻ ഏറ്റെടുത്തിട്ടില്ലെന്നും സ്കറിയ തോമസ് പറഞ്ഞു. തെറ്റായ വാർത്തയാണ്. രാഷ്ട്രീയമായി യാതൊരു ചർച്ചയും അവിടെ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൂട്ടായ്മയല്ലായിരുന്നു. അവിടെ കർഷകരുടെ കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചർച്ച ചെയ്തത്. അതിനു വേണ്ടിയിട്ട് എടുത്തൊരു കൂട്ടായ്മ. അവിടെ യാതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളും മുന്നണിയെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഒന്നും നടന്നിട്ടില്ല. അത് തെറ്റായ ഒരു വാർത്തയാണ്. അത് കൂടാതെ ഇടതുപക്ഷ മുന്നണിയിലേക്ക് ആരെയും ക്ഷണിക്കാൻ അത് ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി മാർക്സിസ്റ്റ് മുനിസിപ്പാലിറ്റിയുടെ CPIയുടെ എല്ലാവരും കൂടെ കൂടി ഉള്ള ഒരു തീരുമാനത്തിന് മാത്രമേ അവിടെ വിലയുള്ളൂ. അല്ല ഓരോരുത്തരെ വിളിക്കുക ക്ഷണിക്കുക എന്ന് പറയാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാണി വിഭാഗം കേരള കോൺഗ്രസിന് ഏത് മുന്നണിക്കൊപ്പവും ചേരുന്നതിനുള്ള അവകാശമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആർക്കൊപ്പം നിൽക്കണമെന്ന് അവർ തീരുമാനിക്കട്ടെ. ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതായി അറിവില്ല. KM മാണി നേതൃത്വം നൽകുന്ന കർഷക കൂട്ടായ്മയ്ക്ക് രാഷ്ട്രീയമുള്ളതായി കരുതുന്നില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ സർക്കാർ ഒറ്റക്കെട്ടെന്ന് റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ. പാപ്പാത്തിച്ചോലയിൽ കുരിശു പൊളിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ കണ്ടെത്തട്ടെ എന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ഒരനിശ്ചിതത്വമില്ല. ഭൂമി കയ്യേറ്റത്തെ തടിയെ തന്നെ ചെയ്യും. ഭൂമി ആര് കയ്യേറിയാലും ഒഴിപ്പിക്കുക തന്നെ ചെയ്യും. എൻ്റെ വകുപ്പിൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനുള്ള വകുപ്പില്ല. എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇങ്ങനെ ഗൂഢാലോചന ഉണ്ടായി എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം എനിക്കത് മനസ്സിലാക്കാനുള്ള വകുപ്പൊന്നും എൻ്റെ കയ്യിലില്ല. അല്ല, ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ. ഇപ്പോൾ എനിക്കെന്തപ്പോൾ അറിയാം? ഞാനല്ലല്ലോ അത് പറഞ്ഞത്. എൻ്റെ ശ്രദ്ധപ്പെട്ടെടുത്തോളം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് മനസ്സിലായവർ പറയും. റവന്യൂ വകുപ്പ് പറയാണ്, മുഖ്യമന്ത്രി പറയാണ്, ഓരോ വകുപ്പ് അവരവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാണ് എന്നൊക്കെ ധരിക്കുകയാണെങ്കിൽ അതല്ല കേട്ടോ.
ഇത് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നതാണ് ഗവൺമെൻറ് സമീപനം. അത് ഗവൺമെൻറ് പ്രഖ്യാപിത നിലപാടാണ്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. നോട്ട് വേണ്ടവർക്ക് നോട്ടും അല്ലാത്തവർക്ക് ചെക്കും നൽകുമെന്ന് തോമസ് ഐസക് പത്തനംതിട്ടയിൽ പറഞ്ഞു. ഈ നോട്ട് നിരോധനം വന്നതിന് ശേഷം ട്രഷറി ഏറ്റവും അധികം സമ്മർദ്ദത്തിലായത് കഴിഞ്ഞ ശമ്പള ദിവസങ്ങളിലാണ്. എനിക്ക് തോന്നുന്നു ഈ ബാങ്കുകളൊക്കെ ഒരുപാട് സർവീസ് ചാർജൊക്കെ ഏർപ്പെടുത്തിയപ്പോൾ ആളുകൾ കയ്യിലുള്ള പണം ബാങ്കിലിടാതായി, കൈ വെക്കാൻ തുടങ്ങി. അതോട് ബാങ്കിൻ്റെ പണമില്ലാതായി. ഇതാ സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഏതായാലും ഇത്തവണ ഞങ്ങൾ തയ്യാറല്ല. ട്രഷറിയിൽ സ്തംഭനം ഉണ്ടാവില്ല. പെൻഷനും മറ്റും കൃത്യമായിട്ട് വരുന്നവർക്ക് കാശായി വേണ്ടവർക്ക് കാശായിട്ട് കൊടുക്കാൻ ട്രഷറിക്ക് കഴിയും. അതാണ് അവസ്ഥ. അതുകൊണ്ട് കഴിഞ്ഞ തവണയുണ്ടായ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഔദ്യോഗിക ഭാഷ പൂർണ്ണമായും മലയാളമാകുന്നു. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ, സ്വയംഭരണ, സഹകരണ സ്ഥാപനങ്ങളിലും ആണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായുള്ള ഭാഷ പൂർണ്ണമായും മലയാളമാക്കുന്നത്. അതേസമയം സർക്കാർ ഉത്തരവിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ഉത്തരവിട്ടു. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സ്വയംഭരണ, സഹകരണ സ്ഥാപനങ്ങളിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കെത്തുന്നവർ അതിലേക്കായി ഇനി പൂർണ്ണമായും മലയാള ഭാഷ ഉപയോഗിച്ചാൽ മതിയാകും. അപേക്ഷകളും അതിന്മേൽ സ്വീകരിച്ച നടപടികളും സർക്കാരിൻ്റെ ഉത്തരവുകളും പൂർണ്ണമായും മലയാളത്തിലായിരിക്കും. വിവിധ വകുപ്പുകളിൽ മെയ് 1 മുതൽ ഔദ്യോഗിക ഭാഷ പൂർണ്ണമായും മലയാളമാക്കണമെന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. സംസ്ഥാനത്തെ തമിഴ്, കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഭാഷ സംബന്ധിച്ച് നിലവിലുള്ള അവകാശങ്ങൾ നിലനിർത്താൻ പ്രത്യേക നിർദ്ദേശമുണ്ട്. കേന്ദ്ര സർക്കാർ, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, ഹൈക്കോടതി, സുപ്രീം കോടതി, ഇതര സംസ്ഥാനങ്ങൾ, മറ്റു രാജ്യങ്ങൾ, ഇംഗ്ലീഷ് ഉപയോഗിക്കണമെന്ന പ്രത്യേകം പരാമർശമുള്ള സംഗതികൾ എന്നീ സാഹചര്യങ്ങളിലെല്ലാം കത്തിടപാടുകൾക്ക് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാം. അല്ലാത്ത സാഹചര്യങ്ങളിൽ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഇന്നു മുതൽ മലയാളമേ ഉപയോഗിക്കാവൂ. ഇക്കാര്യം വകുപ്പ് തലവന്മാരും ഓഫീസ് മേധാവികളും ഉറപ്പുവരുത്തേണ്ടതാണെന്ന് ഉത്തരവിൽ പറയുന്നു. ഭാഷാമാറ്റ നടപടികൾ 3 മാസത്തിലൊരിക്കൽ അവലോകനം ചെയ്യണമെന്നും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയാണ്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കണമെന്ന ബിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. മലയാള ഭാഷയെ സംരക്ഷിക്കുകയും ഭാഷയ്ക്കുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന സർക്കാർ നിലപാടിൻ്റെ പ്രതിഫലനങ്ങളാണ് സർക്കാർ ഉത്തരവ് നടപ്പാകുന്നതിലൂടെ കാണാൻ സാധിക്കുക. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഡബിൾ ഡ്യൂട്ടി സംവിധാനം ഒഴിവാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് KSRTCയിൽ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക്. ഡബിൾ ഡ്യൂട്ടി സംവിധാനം നിർത്തരുതെന്ന് ആവശ്യപ്പെട്ട് KSRTCയിലെ തൊഴിലാളി സംഘടനകൾ MDക്ക് കത്ത് നൽകിയിരുന്നു. അതേസമയം സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരുടെ ഡ്യൂട്ടി പുനഃക്രമീകരിക്കുന്നതെന്നാണ് മാനേജ്മെന്റിന്റെ വാദം. അതേസമയം തൊഴിലാളികളുമായി ഗതാഗത മന്ത്രി നാളെ ചർച്ച നടത്തും. KSRTCയിലെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരുടെ ഡബിൾ ഡ്യൂട്ടി സംവിധാനം നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് KSRTC MD കഴിഞ്ഞ ദിവസം എല്ലാ ഡിപ്പോകളിലേക്കും സർക്കുലേറ്റ് ചെയ്തിരുന്നു. ഇതനുസരിച്ച് ഡ്യൂട്ടി പുനഃക്രമീകരിച്ചുള്ള ജീവനക്കാരുടെ ജോലിക്രമവും ഡിപ്പോകളിൽ പ്രദർശിപ്പിച്ചു. പക്ഷേ പുനഃക്രമീകരിച്ച ഡ്യൂട്ടി പ്രകാരം ജോലി ചെയ്യാനാവില്ലെന്നാണ് മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ പറയുന്നത്. തങ്ങളുടെ ആവശ്യം മാനേജ്മെന്റ് മുഖവിലക്കെടുക്കാത്ത പശ്ചാത്തലത്തിലാണ് മിന്നൽ പണിമുടക്കിലേക്ക് കടന്നത്. ഡ്യൂട്ടി പുനഃക്രമീകരണം മാറ്റിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നും ജീവനക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോൾ തൊഴിലാളികളെ ഏത് തരത്തിൽ ദ്രോഹിക്കാം എന്നുള്ള ഒരു തരത്തിലുള്ള ഡ്യൂട്ടി പാറ്റേൺ ഇപ്പോൾ മാറ്റിക്കൊണ്ടാണ് ഇത് പ്രതിഷേധത്തിനിടയാക്കിയത്. ഇരട്ട ഡ്യൂട്ടിയിലൂടെ ജീവനക്കാർക്ക് ആഴ്ചയിൽ 3 ദിവസം എത്തിയാൽ മതിയെന്ന സൗകര്യമാണ് ഡ്യൂട്ടി പുനഃക്രമീകരണത്തിലൂടെ ഇല്ലാതായിരിക്കുന്നത്. ദൈനംദിന അറ്റകുറ്റപ്പണി വിഭാഗത്തിലെ ജീവനക്കാർക്ക് വൈകിട്ട് 4-നാണ് ഡ്യൂട്ടി തുടങ്ങുന്നത്. ഭൂരിഭാഗം ബസ്സുകളും രാത്രി 8-നാണ് സർവീസ് പൂർത്തിയാക്കി ഡിപ്പോകളിൽ എത്തുക. അതുവരെ ജീവനക്കാർ പണിയില്ലാതെ ഇരിക്കണം. ഇതൊഴിവാക്കാനാണ് പുതിയ നടപടിയെന്നാണ് മാനേജ്മെന്റിന്റെ വാദം. ഉച്ചയ്ക്ക് 2 മുതൽ 10 വരെയും രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയും 6 മുതൽ 2 മണി വരെയും എന്നിങ്ങനെയാണ് പുതിയ ഡ്യൂട്ടി രീതി. പുതിയ സംവിധാനത്തിൽ ജീവനക്കാർക്ക് 6 ദിവസവും ഡ്യൂട്ടിക്ക് ഹാജരാകണം. പക്ഷേ ഇത് അംഗീകരിക്കാൻ ജീവനക്കാർ തയ്യാറായിട്ടില്ല. സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പരിഷ്കാരമെന്നും KSRTC MD ചൂണ്ടിക്കാട്ടുന്നു. അശാസ്ത്രീയമായ ഡ്യൂട്ടി പരിഷ്കരണത്തിനെതിരെയാണ് മെക്കാനിക്കൽ ജീവനക്കാർ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഇവർ മാനേജ്മെന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്.
ഇതിന് തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഇവർ നീങ്ങുമെന്നതിൽ തർക്കമില്ല. ക്യാമറാമാൻ ചന്ദ്രുവിനൊപ്പം സുനിൽ അരുമാനും. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുന്നു. നെയ്യാറിൽ നിന്നും പമ്പിംഗ് നാളെ തുടങ്ങും. അപ്രായോഗികമെന്ന് വിലയിരുത്തപ്പെട്ട പദ്ധതി ഒറ്റയാഴ്ച കൊണ്ട് പൂർത്തിയാക്കിയാണ് ജലവകുപ്പിലെ ഉദ്യോഗസ്ഥർ കുടിവെള്ള നിയന്ത്രണം ഒഴിവാക്കുന്നത്.